വ്യക്തിപരമായ ഒരു വിമർശനവും അഭിമന്യനായ പിതാവിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. പകരം വ്യക്തിപരമായ വിമർശനമാണ് ഉണ്ടായത്. അത് ഇനി പോരടിക്കാനില്ല എന്ന് പിതാവ് തീരുമാനിക്കുന്നിടത്ത് ആ വിമർശനം മാഞ്ഞു പോകുമോ, തേഞ്ഞു മാഞ്ഞു പോകുമോ? അല്ല, ഈ അഭിമന്യ പിതാവ് ഗീവർഗീസ് മാർ കൂർലോസ് തിരുമേനി അദ്ദേഹം പലപ്പോഴും CPM-ന്റെ അത് ഇടതുപക്ഷത്തിന്റെ ഒക്കെ പല വേദികളിൽ പ്രത്യക്ഷപ്പെടുകയും താനൊരു ഇടതുപക്ഷക്കാരനാണെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം വിശ്വസിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിയുടെ സർക്കാർ അതിന്റെ പ്രവർത്തനം മോശമായിരുന്നു എന്ന രീതിയിൽ വളരെ ഒരു ചെറിയ പ്രതികരണം, ഒരു വിമർശനം നടത്തിയപ്പോഴേക്ക് എന്തിനാണ് മുഖ്യമന്ത്രി ഇത്രമാത്രം അസ്വസ്ഥനായത് എന്നാണ് അത്ഭുതപ്പെടുന്ന കാര്യം. നോക്കൂ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നതിന് ശേഷം കേരളത്തിന്റെ മുഖ്യമന്ത്രി അവർ ഏറ്റുവാങ്ങിയിട്ടുള്ള കനത്ത പരാജയത്തെക്കുറിച്ച് ഒരു വാക്കുപോലും പറഞ്ഞിട്ടില്ല. എവിടെയും ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല. 19 സ്ഥലങ്ങളിലും തോറ്റു തുന്നം പാടിയ ഇടതുപക്ഷത്തിന്റെ കനത്ത രാഷ്ട്രീയ പരാജയത്തെക്കുറിച്ച് മുഖ്യമന്ത്രി എവിടെയും സംസാരിച്ചിട്ടില്ല, അതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല. അദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അത് CPM-ന് വിചാരിച്ച വിജയം കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. പറയൂ. അല്ല, മുഖ്യമന്ത്രിയുടെ ശീലം അതല്ലല്ലോ. എല്ലാ ദിവസവും വൈകിട്ട് 6 മണിക്ക് പത്രസമ്മേളനം നടത്തി നിരന്തരമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി 19 സീറ്റുകൾ തോറ്റിട്ട് കേരളത്തിലെ മുഖ്യമന്ത്രി ആ വിഷയത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു പ്രതികരണം പോലും ഈ നിമിഷം വരെ നടത്താതിരുന്നിട്ട് ഒരു പുരോഹിതൻ ഒരു ചെറിയ വിമർശനം ഉന്നയിച്ചപ്പോഴേക്കും ഇത്രമേൽ പ്രകോപിതനായി പുറത്തു വന്നിട്ട് ഇങ്ങനെ ആക്ഷേപം ഉന്നയിക്കുന്നതിനാണ്. അപ്പോൾ അദ്ദേഹത്തിന് ചർച്ചകൾ വഴിതിരിച്ചു വിടണം. ഒന്ന്, കാരണം ഈ വിഷയത്തിൽ കനത്ത പരാജയത്തിൽ വളരെ അസ്വസ്ഥനായി നിൽക്കുന്ന അദ്ദേഹത്തിന്റെ എല്ലാ പിന്തുണയും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന CPM-ന്റെ തന്നെ അണികൾ, CPM-കാരായിട്ടുള്ള പാർട്ടി മെമ്പർമാരായിട്ടുള്ള ആളുകൾ തന്നെ പരസ്യമായി സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്ന് മുഖ്യമന്ത്രിയെയും അദ്ദേഹത്തിന്റെ ഭരണത്തെയും നിശിതമായി വിമർശിക്കുന്നു. ക്ഷേമ പെൻഷൻ കൊടുക്കാൻ സാധിക്കാത്ത ഭരണത്തെ വിമർശിക്കുന്നു. ജനങ്ങളുടെ വലിയ വിലക്കയറ്റം സൃഷ്ടിച്ചിട്ടുള്ള വലിയ ബുദ്ധിമുട്ടുകളെ കുറിച്ച് അവർ തുറന്നു പറയുന്നു. എങ്ങനെ ഇടതുപക്ഷം പരാജയപ്പെട്ടു എന്ന് സംബന്ധിച്ച് കാര്യങ്ങൾ പറയുന്നു. പല മേഖലകളിൽ നിന്ന് പിണറായി വിജയനെതിരായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഭരണത്തിനെതിരായിട്ടുള്ള അദ്ദേഹത്തിന്റെ കുടുംബത്തിനെതിരായിട്ടുള്ള ആക്ഷേപങ്ങളെ കുറിച്ചൊക്കെ പാർട്ടി സഖാക്കൾ തന്നെ പരസ്യമായി പറയുന്ന സാഹചര്യം വന്നപ്പോൾ അസ്വസ്ഥനായിട്ടുള്ള പിണറായി വിജയൻ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള ഒരു ശ്രമമായിട്ടാണ് ഇത് ഒന്നാമത് നമുക്ക് മനസ്സിലാവുന്നത്. രണ്ട്, ഈ അദ്ദേഹം ഇരിക്കുന്ന പദവി കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടേതാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പദവിയിൽ ഇരിക്കുന്ന ഒരാൾ ഉപയോഗിക്കേണ്ട ഭാഷയാണോ ഇത് എന്ന് സംബന്ധിച്ചാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച നടക്കേണ്ടത്. അദ്ദേഹം CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കാലത്ത് താമരശ്ശേരി ബിഷപ്പിനെ നികൃഷ്ടജീവി എന്ന് വിളിച്ച പാരമ്പര്യമുള്ളയാളാണ്. മറ്റ് പല ഭാഷാ പ്രയോഗങ്ങളും പ്രേമേന്ദ്രനെതിരെ പരനാറി എന്നുള്ള പ്രയോഗം നടത്തിയത് നമുക്ക് ഓർമ്മയുണ്ട്. തെരഞ്ഞെടുപ്പ് കാലത്താണ് നടത്തിയത്. അതുപോലെ തന്നെ ഒഞ്ചിയത്തെ സഖാക്കളെ കുലം കുത്തികൾ എന്ന് വിളിച്ച് നമുക്ക് ഓർമ്മയുണ്ട്. VS അച്യുതാനന്ദനുമായി നിരന്തരം ആശയ സംഘർഷം അല്ലെങ്കിൽ ഗ്രൂപ്പ് വഴക്ക് നിലനിൽക്കുന്ന കാലത്ത് പരസ്പരം നടത്തിയിട്ടുള്ള ആക്ഷേപങ്ങൾ നമുക്ക് ഓർമ്മയുണ്ട്. കേരള ഹൗസിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്ന വഴിക്ക് അവിടുത്തെ ഒരു പാവം ജീവനക്കാരനോട് തട്ടിക്കയറുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ നമുക്ക് ഓർമ്മയുണ്ട്. ഇവിടെ നടക്കുന്ന ഉഷാ ഉതുപ്പിന്റെ ഗാനമേളയല്ല എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കുന്ന പിണറായി വിജയൻ നമുക്ക് ഓർമ്മയുണ്ട്. പക്ഷെ ആ പിണറായി വിജയൻ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. അയാൾക്ക് എന്ത് പുലഭ്യവും പറയാം. പക്ഷെ ഇപ്പോ പിണറായി വിജയൻ ഇരിക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്താണ്, മുഖ്യമന്ത്രി കസേരയിലാണ്. ആ കസേരയ്ക്ക് ഒരു ഔന്നത്യമുണ്ട്. ആ ഔന്നത്യം പാലിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന് ബാധ്യതയുണ്ടായിരുന്നു. അത് മറന്നുകൊണ്ട്, സ്വന്തം നില മറന്നുകൊണ്ട്, താനിരിക്കുന്ന കസേരയുടെ ഔന്നത്യം മറന്നുകൊണ്ട് നടത്തിയിട്ടുള്ള പ്രതികരണം അത് അങ്ങേയറ്റം മോശമാണ്. ഒരുപക്ഷെ ഇടതുപക്ഷക്കാരനായിട്ടുള്ള ആ തിരുമേനി താനിനി വിവാദത്തിനില്ല എന്ന് പറഞ്ഞ് പ്രതികരിച്ചിരിക്കാം. പക്ഷെ ഇത് ആദ്യത്തെ സംഭവമല്ലല്ലോ. വാസ്തവത്തിൽ ആരാണ് വിവരദോഷി എന്നുള്ളത് ആ പ്രതികരണം കാണിക്കുന്നുണ്ടല്ലോ. സത്യത്തിൽ വിവരദോഷം പറഞ്ഞതാരാണ്? മുഖ്യമന്ത്രിയല്ലേ. അപ്പോൾ വിവരദോഷം പറയുകയും ഇങ്ങനെ പൊതുസമൂഹത്തിൽ മുഴുവൻ ഒരു എതിർപ്പ് രൂപപ്പെടുത്തുകയും ചെയ്തിരിക്കുകയാണ് മുഖ്യമന്ത്രി. ഇത് വാസ്തവത്തിൽ കേരളത്തിന് നാണക്കേടാണ്. ഈ ഭാഷയിൽ പ്രതികരിക്കുന്ന മുഖ്യമന്ത്രി കേരളത്തിന് നാണക്കേടാണ്. അദ്ദേഹത്തിന് എല്ലാ നിയന്ത്രണവും നഷ്ടപ്പെട്ടിരിക്കുന്നു. 19 സീറ്റ് നഷ്ടപ്പെട്ടു. കേരളത്തിൽ ക്രൈസ്തവ മതവിശ്വാസികൾ വലിയ തോതിൽ BJP-ക്ക് അനുകൂലമായി വോട്ട് ചെയ്തു. തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് ഉജ്ജ്വലമായിട്ടുള്ള വിജയമുണ്ടായി. തിരുവനന്തപുരത്തും ആലപ്പുഴയിലും ആറ്റിങ്ങലിലും അടക്കം കേരളത്തിൽ BJP നടത്തിയിട്ടുള്ള വലിയ മുന്നേറ്റത്തിൽ അദ്ദേഹം അസ്വസ്ഥനാണ്. ക്രൈസ്തവ വിഭാഗത്തിന്റെ വലിയ വോട്ട് ഇത്തവണ ഇവരുടെ എല്ലാ പ്രചരണങ്ങളെയും അതിജീവിച്ചുകൊണ്ട് BJP-യിലേക്ക് വന്നതിൽ അദ്ദേഹം അസ്വസ്ഥനാണെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്.